എല്ലാ ബിസിനസ്സുകാരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമാണ് ബിസിനസ്സിനെ വളർത്തുക, ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ് ബിസിനസ് സ്കെയിൽ അപ്പ്? ഈ ബിസിനസ് എങ്ങനെ വളർത്തിക്കൊണ്ടുപോവുക, സ്കെയിൽ ചെയ്യുക, ആക്ച്വലി ഇത് രണ്ടാണ്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങി നിങ്ങൾ തന്നെ അതിൻ്റെ പിറകിൽ രാവും പകലും നിന്ന് എല്ലാ എഫേർട്ട് ഇട്ട് നിങ്ങൾ തന്നെ ഫോക്കസ് പോയിന്റായി നിന്നുകൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു, പുതിയ ലൊക്കേഷനിലേക്ക് പോകുന്നു. ഈ രീതിയിലാണ് ഒരു ബിസിനസ്സിന് ഗ്രോത്ത് എന്ന് നമുക്ക് വേണം പറയാം. സ്കെയിലപ്പ് അങ്ങനെയല്ല. സ്കെയിലപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്, സർവീസ് ഉണ്ട്. അത് പിന്നെ നല്ലൊരു യൂണീക്ക്നെസ്, അതായത് മാർക്കറ്റിൽ മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്നും സർവീസിൽ നിന്നൊരു വ്യത്യസ്തത നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾ സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്ത്, അതായത് സ്റ്റാൻഡേർഡൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ളൊരു സർവീസ് കസ്റ്റമർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് സിസ്റ്റമാണ് വേണ്ടത്, അത്തരത്തിൽ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റിനെ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ചോരാതെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക്, പുതിയ മാർക്കറ്റിലേക്ക്, പുതിയ ലൊക്കേഷനിലേക്ക്, പുതിയ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സിനെ സ്കെയിലപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വ്യത്യാസം സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കുന്നുള്ളതാണ്. ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആൾക്കാരും മാർക്കറ്റിൽ സ്കെയിൽ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം അവർ തന്നെ എല്ലാത്തിൻ്റെയും സെൻട്രൽ പോയിന്റും അപ്രൂവൽ പോയിന്റ് ആയി മാറുമ്പോൾ എല്ലാ കാര്യങ്ങളും അവരുടെ തലയിൽ കൂടെ തന്നെ കയറി ഇറങ്ങണം എന്ന രൂപത്തിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് വളരും. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് സ്റ്റക്കാവും. കാരണം എന്താണ്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ കയറി ഇറങ്ങണം. റിച്ച് ആൻഡ് എവറിത്തിങ് യു ഷുഡ് ബി അവൈലബിൾ. ആ രീതിയിൽ ബിസിനസ് വളരുന്ന സമയത്ത് ഒരു പരിധി വരയ്ക്ക് ബിസിനസ് വളർന്നേക്കാം, പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സ്കെയിലപ്പാണ് മനസ്സിലെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാന്നുള്ളതും സ്കെയിലപ്പും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ക്ലാരിറ്റി വരുത്തി സ്കെയിലപ്പ് ചെയ്യാനുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.